എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ശരത്താണ് ആ 1,00,000 രൂപ അടിച്ചു മാറ്റിയതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ തൽക്കാലം താൻ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് നിൽക്കുക നമ്മുടെ ശ്രുതി. അങ്ങനെ അവസാനം ഇങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്ത് സച്ചി അങ്ങ് ഇടപെടുകയാണ്. അതെ, അവനൊരു തെറ്റ് ചെയ്തു. ആ തെറ്റിന് മാപ്പ് ചോദിച്ചല്ലേ ആ പയ്യൻ ഈ വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് ഇവിടെ ഒരുത്തൻ നിൽക്കുന്നുണ്ടല്ലോ, അവൻ ഇന്ന് വരെ ആരോടെങ്കിലും ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ചോ എന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു. അപ്പം നമ്മുടെ ചന്ദ്രയാണെങ്കിലോ, മോനെ ശ്രുതി, ഒരു കാര്യം ചെയ്, ഇവറ്റകള് ഈ 1,00,000 രൂപ എടുത്തത് തിരിച്ചു തരാനൊന്നും ഒരു പ്ലാനും ഇല്ല. നീ പോലീസിനെ ഇങ്ങോട്ട് വിളിക്ക്. പോലീസ് വന്ന് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൃത്തികെട്ട കുടുംബക്കാര് ഇവര് സമ്മതിച്ചോളും ആ പൈസ എങ്ങോട്ടാ പോയതെന്നുള്ളത്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഈശ്വര പോലീസിനെ വിളിക്കാനോ, ശരിക്കും പറഞ്ഞാൽ പെരുങ്കള്ളം നമ്മുടെ ശ്രുതിയാണ്. അങ്ങനെ പുള്ളിക്കാരൻ പേടിച്ച് വരണ്ട് നിൽക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, വിളിക്കടാ നീ പോലീസിനെ, ഇപ്പൊ തന്നെ വിളിക്ക്. ഇതിനൊരു തീരുമാനം ആവണമല്ലോ. പാവപ്പെട്ട ഒരു കുടുംബത്തിനെ ഇങ്ങനെ നിർത്തി പൊരിക്കുകയാണല്ലോ നിന്റെ അമ്മയെന്നൊക്കെ പറഞ്ഞ് സച്ചിയും ദേഷ്യപ്പെട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ശ്രുതിക്കുള്ള പണിയായിട്ട് ഒരു കൊറിയർ ബോയ് വരികയാണ്. അവൻ വന്നതും അതെ ശ്രുതി സാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ചന്ദ്രയും അതുപോലെ തന്നെ നമ്മുടെ രവിയും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാനാണല്ലോ ശ്രുതി എന്നും പറഞ്ഞ് ശ്രുതി അവൻ്റെ അടുത്തേക്ക് ചെന്നു. സാറ് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ടിക്കറ്റിൻ്റെ ബാക്കി പൈസയും പിന്നെ ഞങ്ങൾ കുറച്ച് ഡിസ്കൗണ്ടും ഒക്കെ കിഴിച്ചുള്ള എമൗണ്ടും ആയിട്ടാണ് വന്നത്. ആണല്ലേ, ടിക്കറ്റ് കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പം ഉണ്ട് സാറേ, സാറ് തന്ന അതേ കവറിനകത്ത് തന്നെയാണ് ഞാൻ ആ ടിക്കറ്റിന് പൈസയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതെന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയുടെ കയ്യിലേക്ക് രവി കൊടുത്ത ആ ഒരു കവർ, സെയിം കവർ, അത് തന്നെ നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് ആ ബോയ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് സച്ചിയാണെങ്കിലോ ആ കവർ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തു. അതിനുശേഷം ശ്രുതി എന്നാ ശരി കേട്ടോ, നിങ്ങൾ പോയിക്കോന്നും പറഞ്ഞ് പെട്ടെന്നൊരു വെപ്രാളമൊക്കെ കാണിക്കുന്ന സമയം നമ്മുടെ സച്ചി ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടാ ഒന്ന് നിന്നെ, ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. എടാ ഞാൻ അകത്തോട്ട് പോയി ഈ പേപ്പറൊക്കെ ഒന്ന് വെച്ചേക്കട്ടെ, ഇത് ഞങ്ങൾക്ക് ഹണിമൂണിന് പോകാനുള്ള ടിക്കറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ഒഴിവാകാനായിട്ട് ശ്രുതി നോക്കുന്നുണ്ടെങ്കിലും സച്ചി പിടിച്ച പിടിയാതെ തന്നെ ശ്രുതി അങ്ങ് പൂട്ടി. നിന്റെ കയ്യിലിരിക്കുന്ന കവറിങ് തന്നെ, ഞാനതൊന്ന് നല്ലതുപോലെ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. അത് പരിശോധിച്ച് നോക്കുന്ന ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രമതിയെ ഞെട്ടിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് 1,00,000 രൂപ അടിച്ചുകൊണ്ട് പോയത് ആരാണ് എന്നുള്ള സത്യം അവിടെ വെച്ച് വെളിവാകുന്നത്. അച്ഛന് വേണ്ടിയിട്ട് ആ മധുസൂദനൻ തന്ന പൈസയല്ലേ, അയാള് ഗവൺമെന്റ് കവറിലിട്ട് തന്ന കാശാണല്ലോ. നോക്ക്, KSRTCയുടെ സീലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ളപ്പോഴത്തേക്കിനും ഈ കവറിനകത്ത് അമ്മയെ ഏൽപ്പിച്ച അതേ പണം തന്നെയാണ് ഇവൻ ഹണിമൂണിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എടുത്ത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇവൻ നല്ല ഒന്നാന്തരം ഉടായിപ്പാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുക. അങ്ങനെ തൻ്റെ മകൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്ന സമയത്ത് ചന്ദ്രമതി നിന്ന് വിറയ്ക്കുകയാണ്. ഈശ്വര, ഇത്രയും സമയം ആ ശരത്തിനെയും ലക്ഷ്മിയെയും രേവതിയും ഒക്കെ തൂത്തുവാരി സംസാരിച്ചു കൊണ്ടിരുന്നതാണ്. എന്നിട്ട് എല്ലാം ഈ ഇവൻ കൊണ്ടുപോയി നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്ര വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ രേവതി ചോദിച്ചു, അമ്മേ ഇനി പോലീസിനെ വിളിക്കാവോ എന്ന് ചോദിക്കുക. ഇത് കേട്ട പാടെ തന്നെ ചന്ദ്രയാണെങ്കിൽ ദയനീയമായിട്ട് ഒരു നോട്ടം നമ്മുടെ രേവതിയെ നോക്കി. എടാ സത്യം പറയടാന്നും പറഞ്ഞ് രവി നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഏതാടാ സത്യം പറ, നീ എങ്ങനെ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ചോദിച്ച് നമ്മുടെ ശ്രുതിയെ കൊണ്ട് സത്യം പറയിപ്പിക്കും എന്നുള്ള ആ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ശ്രുതി ഇതൊക്കെ പറയുമെന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ ചന്ദ്രമതി അങ്ങ് കസർത്തുകയാണ്. ചന്ദ്ര അങ്ങ് കയറി ഒരു അഭിനയം അങ്ങ് കാഴ്ചവെച്ചു. എൻ്റെ ഈ നശിച്ച ഓർമ്മ ഇത് കാരണമാണ്, ഈ ഓർമ്മയല്ലല്ലോ സോറി കേട്ടോ, ഈ നശിച്ച മറവി അത് കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. ദൈവമേ, ഞാനത് പറയേണ്ടതായിരുന്നു. എടാ മോനെ ശരത്തെ, നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ, എൻ്റെ തെറ്റാടാ. ഇത് ഞാൻ ശ്രുതിയുടെ കയ്യിൽ ഹണിമൂണിന് പോകാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവനെ ഞാൻ ഏൽപ്പിച്ചതാ, പക്ഷെ ഞാൻ മറന്നുപോയി. മോനെ നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയുടെ ഈ ഒരു നാടകം ഇത് കണ്ട പാടെ തന്നെ നമ്മുടെ സച്ചി 2 കൈയും കൂടി ഇങ്ങനെ ക്ലാപ്പ് ചെയ്തിട്ട് ചന്ദ്രമതിയെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എൻ്റെ അമ്മേ, നിങ്ങൾ ഇങ്ങനെയാണ് അഭിനയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓസ്കാർ വരെ കിട്ടാനുള്ള വകുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു.
അപ്പം ചന്ദ്രയാണെങ്കിൽ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. എൻ്റെ ചന്ദ്രേ, നീ ഇത്രയും ഒക്കെ ഈ കുടുംബത്തെ അപമാനിച്ചിട്ട് തെറ്റുപറ്റിപ്പോയെന്നാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് രവി ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ചന്ദ്രമതിയുടെ നേരെ തിരിഞ്ഞു. ചന്ദ്രയാണെങ്കിൽ രൂക്ഷഭാവത്തിൽ നമ്മുടെ സുധിയെ നോക്കുക. സുധി തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് സുധി അകത്തോട്ട് പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, എടാ നീ രക്ഷപ്പെട്ടെന്നൊന്നും വിചാരിക്കണ്ട, ഇതൊക്കെ ഒപ്പിച്ചു വെച്ചത് നിന്റെ അമ്മയാണല്ലോ. അതുകൊണ്ട് ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് രേവതിയോടും അവളുടെ കുടുംബത്തോടും ഒക്കെ നിന്റെ അമ്മ മാപ്പ് പറയണോന്ന് പറയുക. ഇത് കേട്ട പാടെ തന്നെ ചന്ദ്ര ഒന്ന് അന്താളിച്ചു. അതിനുശേഷം എന്തായാലും തൻ്റെ മകനെ രക്ഷിച്ചല്ലേ പറ്റുള്ളൂ. പുത്രവാത്സല്യം മൂലം ചന്ദ്രമതി അവരോടൊക്കെ മാപ്പ് പറയാൻ തയ്യാറാകുക. ലക്ഷ്മി, എന്നോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ വളർത്തിയത് വഷളാക്കിയാണ് എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ വർത്തമാനങ്ങളാ. ഞാൻ എൻ്റെ മോളെ ഈ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളെ ഒരാളുടെ 1 രൂപ പോലും മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയമ്മ വായി വരുന്ന രീതിയിലൊക്കെ ചന്ദ്രയോട് എതിർത്ത് പറയുമ്പോൾ തിരിച്ചൊരു മറുപടിയും പറയാനില്ലാതെ ചന്ദ്രമതി ഇതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. രേവതി മോളെ, നീയും എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റുപറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു. കിട്ടിയ അവസരമല്ലേ. രേവതിയും നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ അവളുടെ അനുജത്തി ദേവും ഒക്കെ കൂടി ചേർന്ന് ചന്ദ്രമതി അങ്ങ് റോസ്റ്റ് ചെയ്യാണ്. ഇതിൻ്റെയൊക്കെ ഈ ഒരു ദേഷ്യം. അതിനുശേഷം എന്നാ ശരി, നിങ്ങളൊക്കെ ചായ കുടിക്കെന്നും പറഞ്ഞ് രേവതിയോട് ചായ ഇടാൻ പറയുമ്പോഴത്തേക്കിനും വേണ്ട, ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണെന്നും പറഞ്ഞ് ലക്ഷ്മിയമ്മ ശരത്തിനെയും ദേവുനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുമ്പം സച്ചി ചെന്നിട്ട് സുധിയുടെ ചെവിയിൽ പറഞ്ഞു, തൽക്കാലം നിന്റെ അമ്മ രക്ഷപ്പെടുത്തി, പക്ഷേ എന്നും ഇതുപോലെ ഉണ്ടാവുമെന്ന് തോന്നണില്ല. അങ്ങനെ പറഞ്ഞ് സച്ചി പോയതും നമ്മുടെ ചന്ദ്രമതി സുധിയെ കണ്ണ് കാണിക്കുകയാണ്. റൂമിലേക്ക് വാടാന്നും പറഞ്ഞു. ശ്രുതിക്കാണെങ്കിലോ ഇവിടെ ഇപ്പം ഈ നടന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകളൊക്കെ വരിക. അവൾ റൂമിലേക്ക് പോയി കഥകങ്ങ് നല്ല ശബ്ദത്തിൽ സ്ട്രോങ് ആയിട്ട് അങ്ങ് അടയ്ക്കുക. ഈ സമയത്ത് ശ്രുതി നേരെ അമ്മ വിളിച്ച പാടെ അമ്മയുടെ പിന്നാലെ ചെന്നു. അതിനുശേഷം ചന്ദ്രമതിയോട് പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമിക്കണോ അമ്മേ. എടാ, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ കക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാനാ? നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ലടാ വിചാരിച്ചത്. എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആ പൈസ നീ അടിച്ചു മാറ്റി. അതുപോലെ തന്നെ നിനക്ക് വീണ്ടും ചെയ്യാൻ തോന്നിയല്ലോ. ഇപ്പം ആ ലക്ഷ്മിയുടെ വായിലിരിക്കുന്നത് മുഴുവനും ഞാൻ കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധിയുടെ 2 കരണവും അടച്ച് നല്ല അടിവെച്ച് കൊടുക്കുകയാണ്. സുധി കരഞ്ഞുകൊണ്ട് നിൽക്കുക. എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ എൻ്റെ ജോലി ചെയ്ത് എൻ്റെ പൈസയൊക്കെ ചോദിക്കാൻ ആ കമ്പനി ചെന്നതാ. പക്ഷേ അവരെന്നോട് പറഞ്ഞു നിനക്ക് ശമ്പളം ഒന്നും തരില്ല എന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? അവളാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തോന്ന് ചോദിക്കുകയും ചെയ്തു. ശ്രുതിയുടെ മുന്നിൽ നാണം കെടാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധി നിന്ന് ചന്ദ്രമതിയുടെ മുന്നിൽ കരയുമ്പോൾ മകനെ തല്ലിപ്പോയല്ലോ എന്നുള്ള ദുഃഖത്തിൽ ചന്ദ്ര നിന്ന് മോങ്ങുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ രേവതി ആണെങ്കിലോ ചന്ദ്രയുടെ നിപ്പും ഭാവവും ഒക്കെ കണ്ട് രേവതിക്ക് നല്ല ദേഷ്യം വന്നു. രേവതി ഒന്ന് രൂക്ഷമായിട്ട് ചന്ദ്രയെ നോക്കിയതിനു ശേഷം അവിടെ നിന്ന് പോവാ. പിന്നീട് നമ്മളെ കാണിക്കുന്നത് 2 പ്രണയിച്ച് നടക്കുന്ന 2 മാടപ്രാവുകളെയാണ്. അവര് 2 പേരും ഇങ്ങനെ നമ്മൾ റോഡിലൂടെ ബൈക്കിൽ ഇങ്ങനെ വളരെയധികം ചേർന്നിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുന്ന കാഴ്ച നമ്മുടെ ഭാമ കാണുക. ഭാമ കണ്ടതും ആ ചന്ദ്ര എന്തൊക്കെ വർത്തമാനങ്ങളാ പറഞ്ഞത്. സച്ചിയെയും രേവതിയെയും കുറിച്ചിട്ടൊക്കെ വളരെയധികം മോശമായിട്ടൊക്കെ സംസാരിച്ചു. എന്നിട്ടിപ്പം അവള് പുന്നാരിച്ച് വളർത്തിയ സുധിയാണെങ്കിൽ 10 പൈസയുടെ പണിക്ക് പോവില്ല. ഇളയവനാണെങ്കിൽ ഏതോ ഒരു പെണ്ണിനെ ബൈക്കിന്റെ പുറകെ കയറ്റിയിരുത്തി ചുറ്റി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ബാമ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് നിൽക്കുന്നു. ആ സമയമാണെങ്കിലോ ബാമ ആലോചിച്ചു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ വിവരങ്ങളൊക്കെ ചെന്ന് ചന്ദ്രമതിയുടെ അടുത്ത് പറയാം. എന്തായാലും ചന്ദ്ര ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. എപ്പോഴും സച്ചിനെയും രേവതിനെയും കുറ്റം പറഞ്ഞിരുന്നാൽ മതിയോ? അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി സംസാരിച്ചു. അതെ, ഇപ്പൊ മോളുടെ വണ്ടി ഏത് സമയവും കംപ്ലൈന്റ് ആണല്ലോ. ഞാൻ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിന്നെ കൂട്ടാനൊക്കെ വരണമല്ലേ? എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ വരണം. അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വർഷയും ശ്രീകാന്തും കൂടെ വളരെയധികം അങ്ങ് അടുക്കുകയാണ്. സച്ചി ഒരു വാണിംഗ് കൊടുത്തതാണ്. എന്നാലും നമ്മുടെ ശ്രീകാന്ത് അതൊന്നും മറന്നിട്ടില്ല. മറന്നുപോയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇവർ വളരെയധികം ഹാപ്പി ആയിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം ചന്ദ്രമതിക്കുള്ള അടുത്ത കോളുമായിട്ട് നമ്മുടെ ഭാമ അങ്ങോട്ട് ചെല്ലുകയാണ്. ഭാമ ചെന്ന പാടെ തന്നെ
മറ്റൊരു കാഴ്ചയും കൂടെ ഭാമ കണ്ടു. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീകാന്ത് രേവതിയുടെ അനുജത്തിയും ബൈക്കിന് പിന്നിൽ ഇരുത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു മനോഹരമായ കാഴ്ച. ഈ കാഴ്ച കണ്ടതും നമ്മുടെ ഭാമയ്ക്ക് ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടാവുക. ഈശ്വര, ഇനിയിപ്പം ഈ രേവതിയുടെ അനുജത്തിയായിട്ട് ഇവൻ എന്തെങ്കിലും അടുപ്പം കാണുമോ? ചന്ദ്രമതിക്ക് അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഈ വിവരങ്ങൾ മുഴുവനും ചന്ദ്രമതിയെ ധരിപ്പിക്കണമെന്നും വിചാരിച്ച് നമ്മുടെ ഭാമ ചന്ദ്രയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കിനും ചന്ദ്രയാണെങ്കിൽ മൂടിന് തീ പിടിച്ച അവസ്ഥയിൽ തെക്ക് വടക്ക് ഇങ്ങനെ ഉലാത്തുകയാണ്. എടി ചന്ദ്രൻ, നിനക്കിത് എന്ത് പറ്റിയെന്നും ചോദിച്ച് ഭാമ ചന്ദ്രയുടെ അടുത്ത് ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കാണ്. എന്ത് പറയാനാടി, എൻ്റെ മൂത്ത പുത്രൻ എനിക്ക് വേണ്ടിയിട്ട് വളരെ നല്ല കാര്യങ്ങളൊക്കെയാ ചെയ്തു വെക്കുന്നത്. നീ ഇങ്ങനെ രേവതീനെയും സച്ചിനെയും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ തമ്മിൽ അകറ്റിയൊക്കെ നിന്നോ? നിന്റെ ഇളയ സന്താനത്തിന്റെ വിവരങ്ങൾ വല്ലതും നിനക്കറിയാവോന്ന് ചോദിക്കുക. എന്താടി, അവൻ നല്ല രീതിയിലൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ടല്ലോ, ഇപ്പൊ നല്ലതുപോലെ സമ്പാദിക്കുന്നതൊക്കെ ഉണ്ട്. താമസിയാതെ തന്നെ അവൻ സ്വന്തം പേരിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങും. എന്താ ഇപ്പൊ പ്രശ്നം? നീ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യമൊന്ന് ഭാമയോട് ചന്ദ്രമതി ചോദിക്കുക. അപ്പോൾ ചന്ദ്രമതിയോട് നമ്മുടെ ഭാമ പറഞ്ഞു, ഞാനേ 1-2 കാഴ്ചകളൊക്കെ കണ്ടു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ചന്ദ്രനെ അറിയിക്കണ്ടെന്ന്, അവൻ ആർക്കെങ്കിലും ലിഫ്റ്റ് കൊടുത്തതായിരിക്കുമെന്ന്. പക്ഷേ ഇന്ന് ഞാൻ ശരിക്കും കണ്ടു. നിന്റെ ഇളയ പുത്രൻ മിക്കവാറും രേവതിയുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും കെട്ടാൻ പോകുന്നത്. എൻ്റെ ചന്ദ്രേ, നിനക്ക് പറഞ്ഞിട്ടില്ല മോളെ, നല്ലൊരു ജീവിതമൊന്നും നിനക്ക് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഭാമ ഇങ്ങനെ ചന്ദ്രമതിയോട് സംസാരിച്ചതും, എടി നീ ഒന്ന് തെളിച്ചു പറയ്, എന്താ നടന്നത്? എടി, രേവതിയുടെ അനുജത്തി ഉണ്ടല്ലോ, ആ ദേവു, അവളെ ശ്രീകാന്തിനെ കുറിച്ചിട്ട് നിനക്ക് എന്തൊക്കെയോ ഡൗട്ടും ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഉണ്ടല്ലോ അവള് നിന്റെ മകന്റെ പിന്നാലെ കയറി പോകുന്ന കാഴ്ചയാ കണ്ടത്. എന്തായാലും അങ്ങനെയൊക്കെയാണ് അവർ നടക്കുന്നതെങ്കിൽ മിക്കവാറും അവൻ അവളെയും വിളിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരും. ചന്ദ്രേ, നിന്റെ പ്ലാനിങ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ, ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഒരു കല്യാണം അങ്ങ് ആലോചിച്ചാലോ? എടി, എന്തെങ്കിലും ഒരു മാർഗം പറയ്. കൊള്ളാവുന്ന കുടുംബത്തിലെ വല്ല പെൺപിള്ളേരും ഉണ്ടെങ്കിൽ നീ ഒന്ന് പറയ്. ഇനി ആ പൂ കെട്ടുന്ന ഫാമിലിയിലേക്ക് എൻ്റെ മകൻ പോയി കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ശ്രുതിയെ പോലെയുള്ളൊരു നല്ല കുടുംബത്തിൽ നിന്ന് വന്നൊരു പെങ്കൊച്ച് ഈ വീട്ടിലുണ്ടല്ലോ എന്നുള്ള ഒരേ ഒരു ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ഭാമയുമായിട്ട് ശ്രീകാന്തിന്റെ വിവാഹകാര്യമൊക്കെ സംസാരിക്കുക. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീകാന്തിനും വർഷയും തമ്മിലുള്ള ആ ഒരു പ്രണയബന്ധം വർഷയുടെ വീട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവര് വർഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. നമ്മുടെ വർഷയുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ അവർ നീക്കുന്നതായിട്ടും കാണിച്ചുകൊണ്ടാണ് ആ വിശേഷമൊക്കെ അവസാനിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ രേവതിയും സച്ചിയും തമ്മിൽ വളരെയധികം അങ്ങ് അടുക്കുകയാണ്. ആ ഒരു ദിവസം അവർ വളരെയധികം ഹാപ്പി ആയിട്ട് അന്ന് ചെലവഴിച്ചല്ലോ. അപ്പം അതിൻ്റെയൊക്കെയുള്ള ആ ഒരു സന്തോഷത്തിൽ അവർ ഇനി മുതൽ ഒന്നായിരിക്കുമെന്നൊക്കെ കാണിച്ചുകൊണ്ട് നല്ല ഒരു പ്രമോ വിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.